30 സെക്കൻഡിൽ എല്ലാം ശുഭം. തരൂരിനെ എവിടെ എങ്ങനെ നിർത്തണമെന്ന് കോൺഗ്രസ് പാർട്ടിക്കും രാഹുലിനും നന്നായിട്ടറിയാം. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്ന് കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ബജറ്റ് സമ്മേളനത്തെ തുടർന്ന് രാഹുലിനെ സാക്ഷി നിർത്തി ശശി തരൂർ ഘോരഘോരം പറയുന്നതാണ് നമ്മൾ കണ്ടത്. We should draw the attention of the Honourable Minister of Health and Family Welfare to the plight of accredited social health activists or ASHA workers, who are the unsung heroes of India's healthcare system. ASHA workers have played an instrumental role in improving maternal and child health, increasing immunization rates and raising awareness about nutrition and sanitation. അതിനുശേഷമാണ് KC വേണുഗോപാലും ഷാഫി പറമ്പിലുമൊക്കെ ഗൗരവകരമായ ആശാ വിഷയത്തെ പാർലമെന്റിൽ എടുത്തിട്ടത്. കോവിഡ് കാലത്ത് പോരാളികളായി അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ ആശാ വർക്കർമാർ. അവർ ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യം ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. Talking about accredited social health activists, Sir, ASHA workers matter. The word ASHA resounds with the hope in Malayalam, Tamil, Hindi and many other languages. But for the ASHA workers themselves, their conditions are becoming hopeless day by day, hour by hour. So they are on the streets in front of the Secretariat of Trivandrum for last 30 days. They started their protest on February 10th and this is March 10th. They are still exposed to the sun. They are still exposed to the rain. Day and night they are protesting for their minimum wages, their social security benefits, their retirement benefits. Sir, no ഇവിടെ രാഹുലും കേരളത്തിലെ ആശാ സമരത്തെ മറ്റെംപിമാരോടൊപ്പം പിന്താങ്ങുകയും ചെയ്തതോടെ കാര്യങ്ങൾക്ക് ഇന്നൊരു തീർപ്പ് കൽപ്പിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തയ്യാറാവുന്ന കാഴ്ചയാണ് കണ്ടത്. തരൂരിന് പെർഫോം ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല, സ്ഥാനമാനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വലിയ ബഹളം നടന്നത്. എന്നാൽ എവിടെയൊക്കെയാണ് രാഹുൽ കൃത്യമായി തരൂരിനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതെന്ന് നോക്കാം. ഒപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് സമ്മേളനത്തിൽ ഒരു മാസമായി മഴയും വെയിലും കൊണ്ട് രാവും പകലും സമരമിരിക്കുന്ന ആശമാരെ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് തരൂർ ആവർത്തിച്ച് ചോദിച്ചത്. ഇത്തരത്തിൽ തരൂരിനെ കൊണ്ട് കാര്യങ്ങൾ ചോദിപ്പിക്കുന്നിടം വരെ കാര്യങ്ങൾ നീക്കിയത് രാഹുൽ ഗാന്ധിയാണ്. കാരണം മോദി അമേരിക്കയിൽ പോയതടക്കം പ്രതിപക്ഷം കനത്ത പ്രതിഷേധമുന്നയിക്കുമ്പോൾ തരൂർ മാത്രം മോദിയെ പുകഴ്ത്തിക്കൊണ്ടുവന്നത് ചില്ലറ പുകിലൊന്നുമല്ല രാജ്യത്തെ കോൺഗ്രസിനകത്തുണ്ടാക്കിയത്. അന്നു തൊട്ട് തരൂർ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിനു പിന്നാലെ തരൂരിന് വലിയ ഒരു ദൗത്യവും കോൺഗ്രസ് ഏൽപ്പിച്ചു. സംസ്ഥാന സർക്കാരുകളുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കണമെന്ന്, കൂട്ടത്തിൽ കോൺഗ്രസിന്റെ വികസന നയങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയിക്കുകയും വേണം. ഇതിലേക്ക് നയിച്ചതിനും കാരണം തരൂർ തന്നെയാണ്. പിണറായി സർക്കാരിന്റെ വികസന നയങ്ങളെയൊക്കെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണല്ലോ തരൂർ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന രീതിയാണ് ഇപ്പോൾ രാഹുൽ ചെയ്തത്. അത് വിജയം കണ്ടു എന്ന് തന്നെ ഇന്നലെയും ഇന്നുമായി നടന്ന പാർലമെന്റ് സമ്മേളനത്തിലൂടെ മനസ്സിലാക്കാനും സാധിച്ചു. അതുകൊണ്ടാണ് രാഹുൽ തരൂരിനെ പൊക്കി എന്ന് പറയാനും കാരണം.